ഇപ്പോൾ വിദ്യാഭ്യാസ യോഗ്യതയും അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും തമ്മിൽ വലിയ അടുപ്പം ഉണ്ടാകില്ല. എപ്പോഴും വേണമെന്നില്ല. കമ്മ്യൂണിക്കേഷൻ സ്കിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പറയുന്നതിൽ നിന്നായിരിക്കും. ഇപ്പോൾ മലയാളം പഠിക്കാത്ത ആരും ഉണ്ടാവില്ലല്ലോ. മലയാള ഭാഷ എങ്ങനെയായിരിക്കും, മനോഹരമായോ അല്ലെങ്കിലോ നമ്മൾ ഓരോരുത്തരും കൈകാര്യം ചെയ്യുന്ന ഏറ്റക്കുറച്ചിലുകളുണ്ടായി. മലയാളം നമ്മുടെ മാതൃഭാഷയായിട്ട് കൂടിയും ഗ്രാമർ തെറ്റിച്ചുകൊണ്ടാണ് പലരും സംസാരിക്കുന്നത്. മലയാളം ഗ്രാമർ, ഇംഗ്ലീഷ് ഗ്രാമർ, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷന്റെ ഗ്രാമറിലേക്ക് നമ്മൾ ലെൻസ് വയ്ക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ഭാഷയിലെ, മലയാള ഭാഷയിലെ ഗ്രാമറിലേക്ക് ലെൻസ് വെക്കാറില്ലല്ലോ. ലെൻസ് വെച്ചാൽ അവിടെയും തെറ്റുണ്ടാവും. അവിടെ ഉറപ്പായും ഈ പറയുന്ന പല ഉണ്ടായേക്കാം. ഞാൻ പറയുന്നത് അതിനകത്ത് ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെയും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും തമ്മിൽ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേറൊരു തരത്തിലാണ്. അത് വളരെ പ്രധാനപ്പെട്ട സ്കില്ല്, വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് നമ്മൾ വിധേയരാകണം. പ്രത്യേകിച്ചും അത് ഞാനതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയാണ്. ഞാൻ ആ വിമർശനത്തെ അതിന് പോലും വേറൊരു ഡിഫൻസ് സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടല്ല നേരിട്ടത്. അത് വളരെ ആത്മാർത്ഥമായി തന്നെയായിരുന്നു. പക്ഷേ നിങ്ങളങ്ങനെ എൻ്റെ ഭാഷാ വ്യാകരണത്തിലേക്ക്, എൻ്റെ ഭാഷാ പിശകിലേക്ക് നിങ്ങൾ ലെൻസ് വയ്ക്കുമ്പോൾ നിങ്ങൾ ആ ദുർബലരായ മനുഷ്യരിൽ നിന്ന് കണ്ണെടുക്കരുത്. അതെ, നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞോളൂ, പക്ഷേ ആ കല്ലിൻ കൂനകൾക്കിടയിൽ കിടക്കുന്ന മനുഷ്യരെ കാണാതെ പോകരുത്. അതേ ഞാൻ പറഞ്ഞു. ഇപ്പോൾ നേരത്തെ തന്നെ താങ്കൾ ഈ മറ്റേ പാർലമെൻറ്റിലെ പ്രസംഗം തന്നെ ട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഇതിലൊരു ആസൂത്രിതമായ നീക്കങ്ങളുണ്ടോ? നിരന്തരം ട്രോൾ ചെയ്യപ്പെടുക എന്ന എന്തെങ്കിലും? ആസൂത്രിതമുണ്ട് എന്ന് പറയാൻ മാത്രം എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. അത് ആസൂത്രിതമായി ആകട്ടെ, ആകാതിരുന്നു കൊള്ളട്ടെ, ഞാനത് ആസൂത്രിതമാണെന്ന് ആരോപിച്ച് മാറി നിൽക്കുന്നില്ല. എറിയുന്ന കല്ലുകൾക്ക് നന്ദി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതെന്നെ കൂടുതൽ നവീകരിക്കാൻ പ്രാപ്തനാക്കും. ഞാൻ കണ്ടാൽ പോരെ അതിനെ.